നിമിഷപ്രിയയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നതിനിടയിലാണ് കാന്തപുരം ഒറ്റയ്ക്ക് ഗോളടിക്കാൻ ശ്രമിച്ചത്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള കാന്തപുരത്തിന്റെ അവകാശവാദങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് അങ്ങനെയാണ്. നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യക്തി എന്നാൽ കാന്തപുരമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത്. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായി റദ്ദ് ചെയ്തത് എന്നും സലായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായി എന്നും ഓഫീസ് നൽകിയ വിവരം പറയുന്നു. യമൻ സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക രേഖാമൂലമുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നത്. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൂടി ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്നും കാന്തപുരം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നതിൽ ഉറച്ച് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി വീണ്ടും രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞാണ് ഫത്താഹിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്ന കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. മധ്യസ്ഥ ചർച്ചയ്ക്ക് ആരുമായാണ് ബന്ധപ്പെട്ടത് എന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ വീണ്ടും പ്രചരിക്കാതിരിക്കാൻ തലാലിന്റെ രക്തബന്ധുക്കളുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മാധ്യമങ്ങൾ സത്യത്തെ വളച്ചൊടിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. കുറ്റകൃത്യത്തിന് വീരപരിവേഷം നൽകി അതിവൈകാരിക വളർത്തി അത് സത്യത്തെ തച്ചുടച്ച് കൊണ്ടുള്ള പ്രചാരണങ്ങൾക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുന്നു. സത്യത്തെ വളച്ചൊടിക്കുന്ന മാധ്യമ രീതിയാണ് ഇത്. അസത്യത്തിന്റെ കച്ചവടമാണ് ഇത്. കാരുണ്യത്തിന്റെ പേരിൽ ചില അഡ്വക്കേറ്റുമാർ നമ്മുടെ ചെലവിൽ വിജയിക്കാൻ ശ്രമിക്കുന്നു. ഒരു മനുഷ്യനെ ക്രൂരമായി ചെയ്യുകയും ശരീരം വെട്ടിമുറിക്കുകയും ചെയ്തതിന്റെ വിലയാണ് ഇതെന്നും അദ്ദേഹം തുടരുന്നു. ബഹുമാന്യനായ മതപ്രഭാഷകന്റെ ഓഫീസിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന പുറപ്പെടുവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ സമാധാനത്തിന് സമ്മതിച്ചുവെന്ന് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അത് പൂർണ്ണമായും തെറ്റായ വിവരമാണ്. ഞങ്ങൾ ഇത് വ്യക്തമായി പറയുന്നു. കാന്തപുരം എന്ന ദൈവഭക്തൻ വ്യക്തമാക്കണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ആര്, അവർ ഞങ്ങൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ വീണ്ടും പ്രചരിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം. അതുപോലെ തന്നെ ആ വ്യക്തികളെയും ഞങ്ങളെയും ഏതെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെ ലൈവ് സംവാദം നടത്താൻ ഇത്തരക്കാരോട് കാന്തപുരം ആവശ്യപ്പെടണം. മനുഷ്യരഹിതമായ ക്രൂരത കൊണ്ട് സത്യത്തെ ഇല്ലായ്മ ചെയ്ത ഒരു കൊലയാളിയെ കരുണയോടുകൂടി കാണാൻ നമ്മുടെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കില്ല. മതത്തിന്റെ പേരിൽ ക്ഷമ ചോദിക്കുവാനും അതിന്റെ മറവിൽ കുൽസിതമായ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കുവാനും അനിവാര്യമല്ല. നമ്മുടെ യമൻ ഭരണഘടനയും ന്യായവ്യവസ്ഥയും നിലനിൽക്കുന്നത് കൊലയാളിക്കെതിരായ കോടതി വിധികളെ ആദരിക്കുകയും ആ വിധിയിലുള്ള നീതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ബാധ്യതയാണ് ഞങ്ങൾക്ക്. രക്തത്തിന്റെ അവകാശികളുടെ വേദനയും അവകാശവും ആദരിക്കുകയും അവർ അടയാളപ്പെടുത്തിയ ദൈവിക വിധിയെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ 13 വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ളവർ യമനിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ KA പോളിനൊപ്പവുമാണ് മിഷേൽ യമനിൽ എത്തിയത്. അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയാചിക്കാനാണ് കുട്ടി എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ 10 വർഷമായി മകളെ കണ്ടിട്ടില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയത്. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം. അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. മിഷേലിന്റെ വാക്കുകളായിരുന്നു ഇത്. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തി. ദയവായി എന്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം, സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിഷേലിനും പിതാവിനുമൊപ്പം ഡോക്ടർ KA പോൾ ഉണ്ടായിരുന്നു. 2017 യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാദനം നൽകുകയായിരുന്നു. തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ യമനിൽ പോയിരുന്നു. തലാലിന്റെ കുടുംബവുമായി ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തി. എന്നാൽ ഈ ചർച്ചകൾ വഴിമുട്ടി.
തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ. നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുൾ മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ച് 2017 മുതൽ യമനിലെ ജയിലിലാണ് നിമിഷപ്രിയ. ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാണ് ഉത്തരവ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബവും ആക്ഷൻ കൌൺസിലും പൊരുതുന്നതിനിടയിലാണ് ഉത്തരവ് എത്തിയത്. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറയിൽ നിന്ന് നിമിഷപ്രിയ നഴ്സായി യമനിലെത്തിയത് 2008 പിന്നെ 2011 കല്യാണം കഴിഞ്ഞു. വരൻ കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമി. വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം 2012 നിമിഷയുടെയും ടോമിയും ഒരുമിച്ച് യമനിലേക്ക് മടങ്ങി. ടോമിക്ക് യമനിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയും ലഭിച്ചു. എന്നാൽ സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങാനായിരുന്നു ഇവരുടെ ആഗ്രഹം. പക്ഷേ യമൻ നിയമം അനുസരിച്ച് ഒരു യമൻ പൗരന്റെ ഉത്തരവാദിത്തോടുകൂടി അല്ലാതെ ക്ലിനിക്ക് തുടങ്ങാൻ കഴിയില്ല. ഈ നിയമം മറികടക്കാൻ ഇരുവരും കണ്ടെത്തിയ പോംവഴിയായിരുന്നു തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരൻ. നിമിഷ നഴ്സായി ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ പതിവായി എത്തിയിരുന്ന മഹദിയുമായി ഇരുവരും സൗഹൃദത്തിലായി. ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കണമെന്ന ആഗ്രഹം പറഞ്ഞത് മഹദി സമ്മതം മൂളി. മൂലധനമായി കയ്യിലിരുന്ന സർവ്വസമ്പാദ്യവും അവർ മഹദിക്ക് കൈമാറി. ഇരുകൂട്ടരും പങ്കാളികളായി അൽ അമൻ എന്ന പേരിൽ മെഡിക്കൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പ്രിയയുടെ മകൾ മിഷീലിന്റെ മാമോദീസയിൽ പങ്കെടുക്കാൻ 2015 മഹദി കേരളത്തിലും എത്തി. ബിസിനസിന് കൂടുതൽ പണം ആവശ്യം വന്നതോടുകൂടി നിമിഷയും കുടുംബവും നാട്ടിലേക്ക് വന്നു. പിന്നീട് നിമിഷ ഒറ്റയ്ക്കാണ് യമനിലേക്ക് തിരിച്ചുപോയത്. പിന്നാലെ ടോമിയും തിരിച്ചുപോകാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി. തുടക്കത്തിൽ മാന്യമായിട്ടായിരുന്നു മഹദിയുടെ പെരുമാറ്റമെങ്കിലും പിന്നീട് സ്ഥിതി മാറി. നിമിഷ തന്റെ ഭാര്യയാണ് എന്ന് അയാൾ പലരെയും വിശ്വസിപ്പിച്ചു. ഇതിനായി വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി. ഭീഷണിപ്പെടുത്തി. മതാചാരപ്രകാരം വിവാഹവും നടത്തി. ഇരുവരും ചേർന്ന് തുടങ്ങിയ ക്ലിനിക്കിൽ വരുമാനം മുഴുവൻ മഹദി ഒറ്റയ്ക്ക് നേടാനും നീങ്ങി. എന്നാൽ ഇതല്ല പോലീസ് ഭാഷ്യം. കുത്തിവെച്ച മരുന്നിന്റെ അളവ് പിഴച്ച് മഹദി കൊല്ലപ്പെട്ടുവെന്ന മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഈ ഹനാന്റെ സഹായത്തോടുകൂടി വെട്ടിനുറുക്കി നിക്ഷേപിച്ചുവെന്നുമാണ് അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയത്. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ നിർബന്ധിച്ച് ഒപ്പുവെക്കുകയും ചെയ്തു. കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തം തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല. മരിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷപ്രിയയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും 2020 യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവെച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. യമൻ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുക മാത്രമായിരുന്നു പിന്നീടുള്ള ഏക പോംവഴി. എന്നാൽ ഈ ഹർജിയും തള്ളിപ്പോയി. നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകൾ ഇല്ല. നിമിഷ കുറ്റം ചെയ്തിട്ടില്ല എന്നും അടിച്ചേൽപ്പിച്ചതാണെന്നുമാണ് കുടുംബം പറയുന്നത്. ശിക്ഷ ഇളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബ സ്വത്ത് അടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചത്. നിമിഷയുടെ അമ്മ പ്രേമകുമാരി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ദയാഹർജി യമൻ കോടതി തള്ളിയ വിവരം പോലും കുടുംബം അറിയുന്നത്.